ഗൈസ്, അപ്പം അന്നൊരു ഹാപ്പി ന്യൂസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ലൈഫിൽ നിന്ന് ഞങ്ങൾക്ക് പാസ്സായിട്ടുണ്ടായിരുന്നു പെര. പിന്നെ ഇപ്പോൾ അതേ പെര പൊളിച്ച് കുറേ നാളത്തെ സ്വപ്നമായിട്ട് ഒരു വീടെന്നുള്ളത്. അപ്പോൾ അതാണ് ഇപ്പോൾ അതേ പൊളിച്ചിട്ടുള്ളത്. ചെറിയൊരു വിഷമം, ആ വീട്ടിൽ കുറേ നാൾ ജീവിച്ചതല്ലേ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമം. അപ്പോൾ അതാണ് പലരും പലതാ പറയുക. പിന്നെ എനിക്ക് ഓൺലൈനിൽ നിന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പൈസ അങ്ങനെ കിട്ടില്ല, പെയ്ഡ് പ്രൊമോഷൻ അങ്ങനെ ഞാൻ വാങ്ങണുള്ളൂ. അല്ലാണ്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് എനിക്ക് ഓൺലൈനിൽ വരുമാനമൊന്നും കിട്ടി തുടങ്ങണില്ല. പിന്നെ എല്ലാവരും എന്നോട് പൈസ ചോദിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലാണെങ്കിൽ ഒട്ടും വഴിയില്ല, ഒന്നുമില്ലാണ്ട് ജീവിക്കണം. ഞാൻ പണിയെടുത്തിട്ട് അമ്മ പണിയെടുത്തിട്ടാണ് പേട്ടനേതായിട്ടാണ് ജീവിക്കുന്നത്. പ്രഗ്നൻ്റ് ആയിട്ടിരിക്കാൻ എല്ലാവർക്കും അറിയാലോ. അല്ലാണ്ട് എനിക്ക് ആരും കൊണ്ടുതരാനില്ല. അപ്പോൾ ദയവ് ചെയ്ത് ഞാൻ അത്രയ്ക്ക് ഫോളോവേഴ്സ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരാളും കൊണ്ടുതരുന്നില്ല. അത്ര പാവപ്പെട്ട കുടുംബം തന്നെയാണ് ഞങ്ങൾ തന്നെ ഇപ്പോഴും ജീവിക്കുന്നത്. അത്ര വലിയ റിച്ച് ആയിട്ടൊന്നുമില്ല. ഞങ്ങൾക്കേ അറിയൂ ഞങ്ങളെങ്ങനെ വാടക അടിച്ച് തീർക്കണമെന്ന്. അപ്പോൾ ദൈവത്തൊട്ടാരും പൈസ ചോദിക്കാണ്ടിരിക്കുക. അപ്പോൾ ഇതാട്ടെ ഹാപ്പി ന്യൂസ്. പിന്നെ വീടൊക്കെ പെട്ടെന്ന് പണിയാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക.